അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുകയാണ് തത്സമയം. അമൽ, ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ നടന്ന ഓഫീസിന് മുന്നിലാണെന്ന് വിശ്വസിക്കുന്നു. അന്വേഷണ ഏജൻസി ഈ മണിക്കൂറുകൾ നീണ്ട രാവിലെയാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ഒരുപാട് മണിക്കൂറുകൾ കടന്നുപോയി. ആ മണിക്കൂറുകളിലൊക്കെ തന്നെ തികഞ്ഞ വൈരുദ്ധ്യം ഈ മൊഴികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന ബോധ്യത്തിൽ കൂടി ആയിരിക്കണമല്ലോ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുക. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കുമോ അന്വേഷണ ഏജൻസി? എന്താണ് അവരുടെ നീക്കങ്ങൾ? പ്രതീക്ഷ, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് നമ്മളുള്ളത്. അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം ഇതിനകത്തുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ അധികം വൈകാതെ വൈദ്യപരിശോധനയ്ക്കായി ഒന്നുകിൽ ഫോർട്ട് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്ക് എവിടേക്കെങ്കിലും എത്തിക്കും. അതിനുശേഷമായിരിക്കും കൊല്ലത്തേക്ക് കൊണ്ടുപോകുക. ഇപ്പോഴെന്തായാലും ഈ അറസ്റ്റിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചധികം സമയമായി, 1 മണിക്കൂറോളം ആകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഏത് നിമിഷവും പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പോലീസ് വാഹനങ്ങൾ തയ്യാറായി കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്നും നേരെ ആശുപത്രിയിൽ നിന്ന് നേരെ കോടതി എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിലാഷും പ്രജീഷും ഒക്കെ പറഞ്ഞതുപോലെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന, അയ്യപ്പ ഭക്തരുടെ ഉള്ളുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പല ആളുകളെയും, പത്മകുമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമാണെങ്കിലും വാസു അടക്കമുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇത് ശബരിമലയിലെ സ്വർണം കാക്കാനായി നിയോഗിച്ചയാൾ, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വത്തുക്കൾ അയ്യപ്പനെ കാക്കാനായി നിയോഗിച്ച ആൾ തന്നെ അവിടുത്തെ കളവിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് SIT കടക്കുന്നു. ഈ കേസിന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ, ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനായി ഇവരെടുക്കുന്ന അന്വേഷണ സംഘം അതിലേക്ക് പോകുന്ന അത്തരൊരു കടുത്ത നടപടിയിലേക്ക് പോകുമ്പോൾ അവർ എല്ലാ വിധത്തിലുള്ള അന്വേഷണവും പൂർത്തിയാക്കി ഏതെങ്കിലും ഒരാളെ സംശയത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പ്രത്യേകിച്ചും ശബരിമല കേസിൽ പെട്ട ഒരാൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ കുടുംബമടക്കം അതിന്റെ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു. തലമുറകളടക്കം അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റേത് കേസിലും അപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച ശേഷം മാത്രം അറസ്റ്റിലേക്ക് പോകുന്നത്. വെറുതെ ഒരു അറസ്റ്റും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് കൂടുതൽ വമ്പന്മാരിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ കോടതി ചോദിക്കുമ്പോൾ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ അറസ്റ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആര് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇത് തന്ത്രിയിൽ അവസാനിക്കുമോ അതോ ഇതിനു മുകളിലേക്ക് ഇത് പോകുമോ എന്നുള്ളതാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ ഇനി അതിനപ്പുറത്തേക്ക് ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോ ഈ തന്ത്രി ഒറ്റയ്ക്ക് ഈ പോറ്റിയെ 2007 അവിടേക്ക് എത്തിക്കുന്നത് മുതൽ എത്തിച്ച പങ്ക് മാത്രമാണോ ഈ പറയുന്ന തന്ത്രിക്കുള്ളത്? അതാണ് എങ്കിൽ കാര്യമായ പ്രശ്നമില്ലാതെ അങ്ങ് പോകും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവിടെ നടന്നിട്ടുള്ള വൻ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് തെളിയുന്നത് എങ്കിൽ അതിന് വലിയ മാനങ്ങളുണ്ട്. അതിവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ. ആറ്റിങ്ങലിലെ ഒരു രഹസ്യ കേന്ദ്രം മനസ്സിലാക്കുന്നത്. തന്ത്രി ഈ ആസൂത്രകനായി മാറിയിട്ടുണ്ടോ? മുഖ്യ ആസൂത്രകനായി ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയായിരുന്നോ ഇതിന് കുടപിടിച്ചത്? അതല്ല ആകസ്മികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഈ പറയുന്ന പോറ്റിയെ പരിചയപ്പെടുകയും പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ വഴിയൊരുക്കി ഒരു കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് മാത്രമാണോ റോൾ? ഇതൊക്കെയാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെയൊക്കെ അറിയുന്നതിനും അപ്പുറത്തേക്കാണ് ഈ റോളെങ്കിൽ ഈ കേസിന്റെ മാനങ്ങൾ അപ്പാടെ മാറുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കേസ് SIT അന്വേഷിച്ചത്. ഒരു തരത്തിലും ഇതിന്റെ ഇൻഫർമേഷൻസ് ഒന്നും ലീക്ക് ആകാതെ തന്ത്രി അതിവിദഗ്ധമായി തന്നെ 2 തവണ മൊഴി രേഖപ്പെടുത്തി പിന്നീട് ഇന്ന് രാവിലെ വിളിപ്പിച്ചു. ആ വിളിപ്പിച്ചതിന് ശേഷം ഉള്ള ഏറ്റവും തിടുക്കപ്പെട്ടുള്ള വളരെ കാഠിന്യമുള്ള ഒരു നടപടിക്ക് തന്ത്രിയെ വിധേയമാക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശബരിമലയിലെ തന്ത്രിയാണ്, പരമാധികാരിയാണ്, ചില്ലറക്കാരനല്ല. അപ്പോൾ റോളൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഈ അറസ്റ്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ചെറുതല്ലാത്ത ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം ഈ കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുക. ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികളാണ് നമ്മൾ കണ്ടത്. ഇനി കോടതിയിലേക്ക് ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡിന്റെ അനിവാര്യത, അതായത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ഒരു അനിവാര്യതയിലേക്ക് പോകുമ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കാം, എന്തൊക്കെ റോളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അതിവേഗം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും.